ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ കാത്ത് ഗോസ് എന്ന് പറയുന്ന ഡ്രാമയുടെ സെക്കൻഡ് പാർട്ടാണ് കാണാൻ പോകുന്നത്. ഈ പാട്ടിൻ്റെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ ഒരു എസ്കലേറ്ററിൽ നിന്നിട്ട് ഏതെങ്കിലും കള്ളന്മാരെയോ പിക് പോക്കറ്റുകാരെയൊക്കെ പിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവിടെ നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മുടെ റയുങ് ആണെങ്കിൽ ആകെ സാഡ് അടിച്ച് വരും. കാരണം ഇവനിങ്ങനെ റിജക്റ്റ് ചെയ്തല്ലോ, ജോലിക്കൊന്നും എടുത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സാഡ്നെസ്സിലാണ് അവളെ എസ്കലേറ്ററിലൊക്കെ കയറി വരുന്നത്. ആ സമയത്താണ് നമ്മുടെ ഇൻസ്പെക്ടർ ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നത്. ഇവളുടെ പിന്നിൽ നിൽക്കുന്ന ചെറുക്കൻ അവൻ്റെ ഷൂസ് വന്നും ഇവളുടെ ആ ഒരു സ്റ്റെയറിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്താണെങ്കിൽ ഒരു ഒളി ക്യാമറയുണ്ട്. ഇത് മനസ്സിലാക്കി ഹീറോ അത് ഒന്നും കൂടി നോക്കി കൺഫേം ആക്കിയതിന് ശേഷം നേരെ എസ്കലേറ്റർ വഴി ഇറങ്ങിയിട്ടും ഈ ചെറുക്കനെ പിടിക്കാനായിട്ട് പോവുക. പക്ഷെ അപ്പോഴേക്കും അവൻ വന്നിട്ടും ആ ഒരു സ്റ്റേഷൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും അവനെ ഫോളോ ചെയ്ത് പോയിട്ടും ഇൻസ്പെക്ടർ പിടിക്കുവാണ് കേട്ടോ. പിടിച്ചു കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്ത് പറയുകയാണ്, നീ മര്യാദയ്ക്ക് ഷൂസ് റിമൂവ് ചെയ്യും, നിൻ്റെ അതിനകത്തൊരു ഒളി ക്യാമറ ഞാൻ കണ്ടു, അത് എന്തുവരെ എനിക്ക് ചെക്ക് ചെയ്തേ പറ്റുമെന്ന് പറയണം. ആ ചെറുക്കന് ഒരു കൂസലില്ലാതെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇവനെ നമുക്ക് വൃത്തികെട്ടവെന്ന് വിളിക്കാം, കാരണം അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. എന്നിട്ടാണെങ്കിൽ ഇൻസ്പെക്ടർക്കോ അതൊക്കെ എടുത്തിട്ട് നീനെ പിടിച്ചിടാന്നുള്ള രീതിക്ക് SD കാർഡൊക്കെ ഇട്ട് നോക്കുക കേട്ടോ. പക്ഷേ എങ്കിൽ അതിനകത്ത് നോക്കുമ്പോൾ ഒറ്റ വീഡിയോസ് പോലും ഇല്ല. അപ്പോൾ ആ വൃത്തികെട്ടവൻ ഭയങ്കര പുച്ഛഭാഗത്തെ പറയുകയാണ്, എവിഡൻസ് ഇല്ലാതെ നിങ്ങൾക്ക് എന്തായാലും എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ ഞാൻ എൻ്റെ കാര്യം നോക്കി പോവാണ്, സോ എന്നെ വിട്ടേക്കുന്നുള്ള രീതിക്കും അവനങ്ങ് പുച്ഛഭാവം നടിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോവാട്ടോ. സത്യം പറഞ്ഞാൽ ഇൻസ്പെക്ടർക്കോയ്ക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം, ഇവൻ്റെ കയ്യിൽ SD കാർഡിൽ ഇല്ലെങ്കിൽ പോലും ഇവനത് ഷൂട്ട് ചെയ്തെന്നുള്ള കാര്യം 100% നമ്മുടെ ഇൻസ്പെക്ടർ കോയ്ക്ക് ഉറപ്പാണ് കേട്ടോ. എന്നിട്ടാണെങ്കിൽ വൃത്തികെട്ടവൻ നേരെ ഒരു കഫേ ചെല്ലുക. അപ്പോൾ ഈ എസ്കലേറ്ററിൽ തന്നെ വേറൊരു പയ്യനുണ്ടായിരുന്നു. അവൻ്റെ കയ്യിലൊരു പെന്നിനകത്ത് ഒളി ക്യാമറ ഉണ്ടായിരുന്നു. അവനെ ഓൾറെഡി നമ്മുടെ ഈ വൃത്തികെട്ടവൻ ആ വീഡിയോസ് സെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഹീറോ ചെക്ക് ചെയ്ത സമയത്തും അതൊന്നും ഒരു പ്രൂഫും കിട്ടാതിരുന്നത്. എന്നിട്ട് അവരവിടെ വെച്ചിട്ട് ആ കഫേയിൽ ഒരു പുതിയൊരു സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് നമ്മുടെ ഹീറോയിൻ്റെ ആ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുവാണ്. അതുപോലെ തന്നെ ഹീറോയിൻ്റെ കൂടെ തന്നെ വേറൊരു തൊപ്പിയിട്ടൊരു പെൺകുട്ടിയുണ്ട്, അവളുടെ വീഡിയോസ് ഇവരെടുത്തിട്ടുണ്ട്, അതും പബ്ലിഷ് ചെയ്യുവാണ്. എന്നിട്ട് വോട്ടിങ് നടത്തുവാണ്. ആർക്കാണ് കൂടുതൽ വോട്ട് കിട്ടുന്നത് അവരുടെ വന്നിട്ട് ഇതാക്കിയിട്ട് എന്തോ ഒരു റേപ്പ് ചെയ്യാനൊക്കെ ഒരു ഇൻവിറ്റേഷൻ വരുത്തത്തില്ല, അങ്ങനെ ഒരു സംഭവമാണ് ഇവർ ഇതാക്കുന്നത്. ഇവരിൽ ആർക്കാണോ കൂടുതൽ വോട്ട് കിട്ടുന്നത് ആ പെൺകുട്ടി ഇവർ കടത്തിക്കൊണ്ട് വന്നിട്ട് ആൾക്കാരെ ആർക്കൊക്കെയാണ് പൈസ തന്നിട്ട് വരാൻ താല്പര്യമുള്ള അവരെ കൊണ്ടുപോയിട്ട് റേപ്പ് ചെയ്യിക്കും. അതാണ് അവരുടെ പ്ലാൻ. അപ്പോൾ അതിനുവേണ്ടി വോട്ടിങ് നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ സാഡ് അടിച്ച് മോന്തൊരു മാതിരി വെച്ചുകൊണ്ട് അവളേക്കാൾ കൂടുതൽ വോട്ട് മറ്റേ തൊപ്പിയിട്ടുള്ള പെൺകുട്ടിക്കാണ് കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവരൊരു ഇൻവിറ്റേഷൻ പോലെ ഇതാക്കുകയാണ്. മാത്രമല്ല ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഇൻസ്പെക്ടർക്ക് അപ്പോഴേ കണ്ടുപിടിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ വന്ന് ട്രാഫിക് പോലീസിൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് വിളിച്ചിട്ട് പറയുകയാണ്, നിൻ്റെ അടുത്ത് എനിക്കൊരു കേസ് റിപ്പോർട്ട് ചെയ്യാണ്, നീ വേഗം ഇങ്ങോട്ട് വരാൻ പറയുക കേട്ടോ. അപ്പോൾ അവൾ വെപ്രാളം പിടിച്ച് പോയി, ഇവളെങ്ങാണ്ട് ജോലിക്ക് എടുത്തെന്നുള്ള സന്തോഷത്തിലാണ് അവൾ ചെല്ലുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഇൻസ്പെക്ടർക്കോ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല ഇവളുടെ വീഡിയോ അടക്കം ഡൗൺലോഡ് ചെയ്തിട്ട് അവൻ്റെ ഡെസ്ക്ടോപ്പിൽ ഇടാൻ പറയാം കേട്ടോ. അപ്പോൾ ഇവൾ ഭയങ്കര ദേഷ്യത്തോടെ പറയും, എന്തിനാ ആരും ഇല്ലാത്തത് നിങ്ങൾക്ക് കാണാനായിരിക്കും, അതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ ഹീറോ പറയാണ്, അതുകൊണ്ടൊന്നുമല്ല, ആക്ച്വലി എവിഡൻസ് ഇല്ലാതെ നമുക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അപ്പോൾ എവിഡൻസിന് വേണ്ടി എടുത്തിടാൻ പറയുന്നത്, അല്ലാതെ എനിക്ക് കാണാനൊന്നുമല്ല എന്ന് പറയുന്ന സമയത്ത് ലാസ്റ്റ് നമ്മുടെ ഹീറോയിൻ തന്നെ പോയിട്ടും അതെല്ലാം ചെയ്തിടുക കേട്ടോ. അപ്പോൾ ഇവൾക്ക് നല്ല കട്ട കലിപ്പാവുന്നുണ്ട്, കാരണം അവന്മാർ ചെയ്യുന്നത് അത്രയും വൃത്തികെട്ട പണികളല്ലേ, ഇത്രയും ധൈര്യം ഉണ്ടെങ്കിൽ അവർ ഇങ്ങനെ ചെയ്യുന്ന രീതിക്കൊക്കെയാണ് നമ്മുടെ ഹീറോയിൻ സംസാരിക്കുന്നത്. അതിനുശേഷം ഹീറോയിൻ്റെ അടുത്ത് പറയാം, നമുക്ക് ഈ കേസ് എടുത്ത് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കി പറ്റുമെന്ന് പറയുന്ന സമയത്ത് ഹീറോ പറയാം, അത് നമ്മുടെ ഡ്യൂട്ടിയല്ല, നമ്മുടെ ഡ്യൂട്ടി പിക് പോക്കറ്റേഴ്സിനെയൊക്കെ പിടിക്കുന്നത്, ഇതൊന്നും നമ്മുടെ ഡ്യൂട്ടി അല്ല എന്ന് പറയാട്ടോ. ഹീറോയിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇവള് നേരെ ചെന്നിട്ടും എങ്ങനെയൊക്കെ അവർ IP അഡ്രസ്സ് അവൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട്, അത് ഉപയോഗിച്ച് ആ സ്ഥലം കണ്ടുപിടിച്ചിട്ട് ആ കഫേക്ക് പോകാൻ നിൽക്കുക. അപ്പോഴേക്കും വന്നിട്ട് പോയിട്ട് ഇവൻ്റെ തോക്കും അതുപോലെ തന്നെ ഇവൻ്റെ ബെൽറ്റും എല്ലാം എടുത്തിട്ട് പോകുന്ന സമയത്ത് ഹീറോ ചോദിക്കണം, അത് എൻ്റെ അല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹീറോയും പറഞ്ഞാൽ, ഇത് കുറച്ച് നേരത്തെ എനിക്ക് കടം തന്നാൽ മതി, ഞാൻ തിരിച്ചു വരുമ്പോൾ തരാമെന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഹീറോയ്ക്ക് മനസ്സിലായി ഇവൻ്റെ ആണ്. അവനാകെ ടെൻഷനായി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇവൻ്റെ തലയിലാവുമല്ലോ. ഇവനുള്ള പിന്നാലെ വെപ്രാളപ്പെട്ട് പോവാട്ടോ. ഇവളാണെങ്കിൽ നേരെ ചെന്ന് ഒരു സ്കൂട്ടി എടുത്ത് പോകുമ്പോൾ ഇവനെ എങ്ങനെയൊക്കെയോ വലിഞ്ഞു പിടിച്ച് അതിന് പിന്നിൽ കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവളാണെങ്കിൽ കൊടൂര സ്പീഡിലാണ് ആ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവളെങ്ങനെ പിടിച്ചിരിക്കുന്നത്, അവിടെ തന്നെ അവളുടെ ഡ്രസ്സിൻ്റെ ഷർട്ടിൻ്റെ 2 സൈഡിൽ മാത്രമാണ് ഇവനിത് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവൾ സ്പീഡിൽ എടുക്കുന്ന സമയത്തും അറിയാതെ അത് മുറുക്കി പിടിക്കും. ആ സമയത്തുള്ള ബട്ടൺസ് എല്ലാം വന്ന് അവിടെ നിന്ന് കൊഴിഞ്ഞു പോകാട്ടോ. അപ്പോൾ വേറെ വഴിയിൽ ഒരു സ്ഥലത്തെത്തുന്ന സമയത്തും ഇവൻ്റെ കോട്ട് കൊടുക്കുമ്പോൾ ഇവൾ പറയുകയാണ്, എനിക്ക് നിൻ്റെ ഷർട്ട് മതിയെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഡ്രസ്സ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ആ ഒരു കഫേ ചെന്ന് അന്വേഷിക്കുമ്പോൾ ആ ലേഡി പറയുവാണ്, അവരിപ്പോൾ ഇപ്പോൾ ഇറങ്ങിപ്പോയതുള്ളൂ, നിങ്ങളിപ്പോൾ ചെന്നാൽ അവർ കിട്ടുമെന്ന് പറയുന്ന സമയത്ത് ഇവർ മേലെ ചെന്ന് നോക്കുക കേട്ടോ കഫേയുടെ. അപ്പം മനസ്സിലാവാണ് ഒരു റെഡ് കാറിലും ഈ 2 വില്ലന്മാരും കൂടി പോകുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ഒന്നും ആലോചിക്കാതെ അവിടെ നിന്ന് എടുത്ത് ചാടുവാണ്. ഹീറോ
ഹീറോ ആണെങ്കിൽ ഈ പെണ്ണെന്ത് ഇത് ഇങ്ങനെ കാണിക്കും, നിങ്ങൾക്ക് എന്താ തലയ്ക്ക് എന്താ ഓളമാണോ എന്നുള്ള രീതിക്കാണ് ഹീറോ അവളെ നോക്കുന്നത്. അതിനുശേഷം ഹീറോ ഇവളുടെ എങ്ങനെയെങ്കിലും ഇവളുടെ കൂടെ പോകണം, കാരണം ഇവനെ തോക്ക് അവളുടെ കയ്യിലാണല്ലോ. വെപ്രാളപ്പെട്ട് സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് ഓടിച്ചു വന്നിട്ട് ഇവളുടെ വണ്ടിയുടെ പിന്നെ കയറിയിട്ട് പിന്നെ അവർ പോകാൻ തുടങ്ങും കേട്ടോ. പക്ഷെ ഇവരിങ്ങനെ ഫോളോ ചെയ്ത് വരുന്നത് ആ വില്ലന്മാർ മനസ്സിലാക്കും. വൺ വേ പോകുന്ന റൂട്ട് കൂടെ പോകട്ടെ. ആ സമയത്ത് അവിടെ ഒരു ബ്ലോക്ക് വരുന്നുണ്ട്, ഇവർക്ക് ആ വഴിക്ക് കിടക്കാനേ വരുന്നില്ല. ആ സമയത്ത് ഹീറോയിന് ഒരു ഐഡിയ തോന്നും, തൊട്ടപ്പുറത്ത് തന്നെ സബ്വേ സ്റ്റേഷനുണ്ട്, അതുവഴി അവൾ വന്ന് വണ്ടി അങ്ങ് ഇറക്കൂട്ടെ. അതാണെങ്കിൽ മൊത്തം പടികളല്ലയോ, അതിങ്ങനെ ചാടി ചാടി ചാടിയാ പോകുന്നത്. ഹീറോ വിചാരിക്കും ദൈവം ഇവൾ എന്നെ ജീവനോടെ തിരിച്ച് സ്റ്റേഷനിൽ എത്തിക്കുക എന്നുള്ള രീതിക്കൊക്കെയാണ് ഹീറോ അവളുടെ പിന്നിലിരുന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഹീറോയിൻ്റെ കാര്യം നമുക്ക് അറിയാലോ, അവൾക്കാണെങ്കിൽ എല്ലാ മാപ്സും കാണാൻ പാടോ, എല്ലാ സബ് സ്റ്റേഷൻ്റെയും. അവൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് എത്തിയിട്ട് ലാസ്റ്റിന് സബ്വേ സ്റ്റേഷൻ്റെ മണ്ടയിലോട്ട് സ്റ്റെപ്പ് കയറ്റിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഹീറോയിൻ്റെ അടുത്ത് പറയണം, നീ എങ്ങനെയെങ്കിലും പിടിച്ച് കയറ്റിയിട്ട് വാ, ഞാൻ പോയിട്ട് അവരെ പിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നേരെ ചെന്ന് ചാടുന്നത് അവരുടെ മുന്നിൽ. സത്യം പറഞ്ഞാൽ ആദ്യം ആ വൃത്തിയായിട്ട് വെച്ചൊരു ഷോക്കൊക്കെ ആവും. പിന്നെ അവ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളാണെങ്കിൽ കാറിലൊക്കെ പിടിച്ചിട്ട് വലിയ ഷോക്കൊക്കെ കാണിച്ച് നിൽക്കുക ഇറങ്ങാൻ പറഞ്ഞിട്ട് കേട്ടോ. പക്ഷെ അവരെന്തെന്ന് വെച്ചാൽ നേരെ വണ്ടി ബാക്ക് എടുത്തിട്ട് അവരാ വേറെ വഴിക്ക് അങ്ങ് പോകും. അതിൽ ആ ഒരു ഷോക്കിൽ അവളാണെങ്കിൽ മലർന്നടിച്ച് ഒറ്റ വീഴ്ചയാണ്. എന്നിട്ടാണെങ്കിൽ ഹീറോയിൻ ആ കിടപ്പിലിനെ കിടക്കുക. നമ്മുടെ പാവം നമ്മുടെ ഇൻസ്പെക്ടർ കോയാണെങ്കിൽ എങ്ങനെയൊക്കെയോ വണ്ടി ഉന്തിക്കയറ്റി മണ്ടയിൽ എത്തിയിട്ട് ക്ഷീണിച്ച് നിൽക്കുമ്പോഴാണ് ഇവളെ കാണുന്നത്. ഇവളെയും പൊക്കി പിടിച്ച് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടും ഇങ്ങനെ ഇരിക്കുക, എന്തോ ചെയ്യുന്ന രീതിക്ക് ഇങ്ങനെ ഇരിക്കുക. ഇതേ സെയിം ടൈമിൽ വന്നിട്ട് വേറൊരു തൊപ്പിയിട്ട പെൺകുട്ടിയുടെ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തില്ലേ, അവളുടെ ഫോണിലേക്ക് കുറേ ഇവളുടെ വീഡിയോ തന്നെ മെസ്സേജ് അയച്ചിട്ട് കുറേ ആൾക്കാർ ഇവളെ വന്ന് ഭയങ്കരമായിട്ട് തന്നെ, കാരണം ഇങ്ങനെ ഒരു റേപ്പ് ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇവളെ നാളെ കടത്തുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇവളാകെ ടെൻഷനിലാണ് ആ ഒരു പെൺകുട്ടി. എന്നിട്ടാണെങ്കിൽ ഈ സൈഡിൽ കാണിക്കുവാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിന് പോകണം, സ്റ്റേഷനിൽ പോയിട്ട് തീരുമാനം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഇരിക്കുവരെ. പക്ഷേ ഇവളാണെങ്കിൽ അതിൻ്റെ വയറ് കട്ട് ചെയ്തിട്ട് അതുവഴി ഓൺ ആക്കാൻ നോക്കുക. അപ്പം നമ്മുടെ ഹീറോ ചോദിക്കുകയാണ്, നീ ഇതെന്തോ കാണിക്കുന്ന, ചാവി എന്തെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ റൈങ് പറയണം, അത് പിന്നെ ഓണറിൻ്റെ കയ്യിലല്ലേ കാണുകയെന്ന്. അപ്പോൾ ഹീറോ ചോദിക്കുക, അപ്പം നീ ഇത് എങ്ങനെ എടുത്തുകൊണ്ട് വന്നേ, നിങ്ങളുടെ അടുത്ത് ഞാൻ എങ്ങനെയാണ് തോക്ക് കടം വാങ്ങിച്ചത്, അതുപോലെ അവരുടെ വണ്ടിയും കടം വാങ്ങിച്ചതാന്ന്. അപ്പം നമ്മുടെ ഇൻസ്പെക്ടർ കോ പറയണേ, ഇതേ കടം വാങ്ങിക്കലല്ല, ഇത് നീ കട്ടുകൊണ്ട് വരില്ല എന്നാണ് ഞങ്ങളുടെ ഭാഷയിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇവരെ എങ്ങനെയൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ അവർ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുക. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മറ്റേ അസിസ്റ്റൻറ്റ് പോലീസുകാരുണ്ടല്ലോ, അവരെയും വിളിച്ചിരുത്തി ഇവർ വന്ന് ഓരോ ഡിസ്കഷനും നടത്തി. എന്ത് ചെയ്യും, ആക്ച്വലി ഇവർക്ക് വന്ന പെൺകുട്ടിയുടെ അഡ്രസ്സ് അതുപോലെ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ ഇവിടെ ചെക്ക് ഇൻ ചെയ്യുമ്പോഴും ചെക്കൗട്ട് ചെയ്യുമ്പോഴും ഒരു കാർഡ് സ്വൈപ്പ് ചെയ്യും, അത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ പ്രശ്നം അതല്ല, അവൾ ഇന്നലെ എപ്പോഴാണ് വന്നത് എപ്പോഴാണ് പോയെന്ന് പറയണമെങ്കിൽ CCTV ക്യാമറ ചെക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ആ കാര്യത്തെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻസ്പെക്ടർ കോ പറയാണ്, ഒരിക്കലും പറ്റത്തില്ല, നമുക്ക് ഇപ്പോൾ അതിനുള്ള ടൈമില്ല, CCTV ക്യാമറ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ള പെർമിഷൻ വേണം, അതൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ ഹീറോയും പെട്ടെന്ന് ഒരു കത്തിയൊക്കെ എടുത്ത് പോവാം. അപ്പം നമ്മുടെ ഇൻസ്പെക്ടർ കോയ്ക്ക് ആകെ ടെൻഷനാവും, ഇവളിത് ഇങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇനി CCTV നോക്കുന്ന ആളെ എങ്ങാണ് ഭീഷണിപ്പെടുത്താൻ പോയേക്കുവാന്ന് വെച്ചിട്ട് ഇവർ പേടിച്ച് പിന്നാലെ ചെന്ന് നോക്കുമ്പോൾ ഇവളെ കത്തി കൊണ്ട് ആ CCTV റൂമിൻ്റെ മറ്റേ പൂട്ട് കാണുമല്ലോ, അത് ഓപ്പൺ ചെയ്ത് അകത്ത് സുഖമായിട്ട് കയറുന്നു കേട്ടോ. അപ്പോൾ ഹീറോ പറയാണ്, ഞാൻ പറഞ്ഞില്ല അന്ന് നീയാണ് പോലീസ് എന്ന് പറയുന്ന ഈ ഫോഴ്സിൻ്റെ കപ്പലിൽ തന്നെ ഓട്ടം, അത് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു എന്ന് ഹീറോ പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ എടുത്തിട്ട് പറയും, ഞാൻ അറിയുക കേട്ടോ, ഈ ഫോഴ്സിലുള്ള ഓട്ടം അടയ്ക്കാനാണ് ഞാൻ ട്രൈ ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ ഹീറോയ്ക്ക് അത് റൈറ്റാന്ന് തോന്നുന്നു. ഹീറോ പറയും, ശരി എന്നാൽ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടിരിക്കാം. പക്ഷേ ആക്ച്വലി അവിടെ CCTV ചെക്ക് ചെയ്യുന്ന ആൾ ഫുഡ് കഴിക്കാൻ വേറെ എന്തോ കാര്യത്തിന് അങ്ങോട്ട് പുറത്ത് പോയതാണ്. അതുകൊണ്ട് തന്നെ അയാളിപ്പോൾ വരും ചെയ്യും. അതുകൊണ്ട് അവരെ അസിസ്റ്റൻസിൽ ഒരാൾ വന്നിട്ട് വാതിൽ മുറുക്കി പിടിച്ചേക്കും. അയാൾ വന്ന് തുറക്കാൻ നോക്കുന്ന സമയത്ത് തുറക്കാൻ കിട്ടുന്നില്ല. ലാസ്റ്റ് ഇവരെങ്ങനെയൊക്കെയോ വീഡിയോ നോക്കിയിട്ട് ആ പെൺകുട്ടിയുടെ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടും അവരവിടെ നിന്ന് പോവാട്ടോ. മാത്രമല്ല ആ ചെറുക്കൻ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തിട്ടും ആ CCTV കാരൻ കാണാതെ രക്ഷപ്പെടുന്നുമുണ്ട്. ഇനിയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ഇവരെ ഇൻസ്പെക്ടർ കോയും റയും കൂടി പോയിട്ട് വന്നിട്ട് ഇന്നലെ ആക്ച്വലി തൊപ്പി വന്നിട്ട് ഒരു ഇവൻറ്റ് നടത്തുന്ന സ്ഥലത്താണ്. അവിടെ ചെന്ന് അന്വേഷിക്കുക ഈ പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ച് അറിയുമെന്ന്. അപ്പോൾ അവിടെയുള്ള മെയിനായിട്ടുള്ളൊരു പെൺകുട്ടി പറയുവാണ്, ഈ പെൺകുട്ടി ആക്ച്വലി ഇന്നലെ മാത്രമായിരുന്നു ഈ ഒരു ഇവൻറ്റ് വന്നത്, അതുകൊണ്ട് ഇവളുടെ വലിയ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറയുന്ന സമയത്ത് നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു വാങ്ങിച്ച് നമ്മുടെ ഹീറോ വിളിക്കാൻ തുടങ്ങുക. പക്ഷേ ആ പെൺകുട്ടി വന്നിട്ട് ഇന്നലെ ഇങ്ങനെയൊക്കെ മെസ്സേജ് വന്നില്ല രാത്രി, അതുകൊണ്ട് ആ നമ്പർ ഫോൺ വരുമ്പോൾ കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പോൾ ഹീറോയ്ക്കും ഹീറോയിനും വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഈ പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് അറിയുമെന്ന് ചോദിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി അത് എടുത്ത് കൊടുക്കുക. നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത് ഈ സബ് സ്റ്റേഷൻസിൽ ഒരു ഷോപ്പുണ്ട്, ആ ഷോപ്പിലാണ് പെൺകുട്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഷോപ്പിൻ്റെ പ്രത്യേകത, ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മിററും ഉണ്ട്, അതുപോലെ തൊട്ടടുത്ത് തന്നെ എക്സിറ്റും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയും വേഗം ചിന്തിക്കാൻ തുടങ്ങുക. ചിന്തിക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവുകയാണ്, ഇവർക്കാണെങ്കിൽ സബ് സ്റ്റേഷൻ എല്ലാം കാണാൻ പാടാണല്ലോ, ഇന്ന സ്ഥലത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വണ്ടി എടുത്ത് പോകാനായി നിൽക്കുവാണ്. പക്ഷേ ഈ ഒരു സെയിം ടൈമിൽ ആ പെൺകുട്ടി വരുന്ന സമയത്ത്
വന്നിട്ട് പോകുന്ന സമയത്ത് മറ്റേ ആ വൃത്തികെട്ടവൻ വന്നിട്ട് ഇവളുടെ കാലിൽ എന്തൊരു ഡ്രഗ്സ് പോലെ ഇഞ്ചക്ഷൻ അവൾ അറിയാതെ തന്നെ ഇഞ്ചക്ട് ചെയ്യുവാണ്. എക്സലേറ്ററിൽ കയറുന്ന സമയത്താണെങ്കിൽ ഇവൾക്കാണെങ്കിൽ തലകറങ്ങി വരുന്നുണ്ട്. കാരണം വെച്ചാൽ അവളുടെ അകത്ത് ഡ്രഗ്സ് കടന്നല്ലോ. മാത്രം ഇവളാണെങ്കിൽ മയങ്ങി വീഴാൻ വരുന്ന സമയത്ത് ആ വൃത്തികെട്ടൻ്റെ കൂടെ വേറൊരുത്തനല്ലേ അവൻ വന്നിട്ട് ഈ പെൺകുട്ടിയെ പിടിച്ചിട്ട് ഒരു ബ്ലാക്ക് കാറിൽ കയറ്റുക. ഈ സമയത്താണ് നമ്മുടെ ഹീറോയിനും കൂടിയിട്ട് ആ ഒരു പിങ്ക് സ്കൂട്ടിയിൽ അവിടെ വന്ന് ഇറങ്ങുന്നത്. എന്നിട്ട് ഹീറോ വന്നിട്ട് ഇതൊന്ന് പാർക്ക് ചെയ്ത് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഹീറോ നടന്നു വരിക. പക്ഷേ ആക്ച്വലി ആ ബ്ലാക്ക് കാർ വന്ന് ഭയങ്കരമായിട്ട് കുലുങ്ങുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവളത് ചെക്ക് ചെയ്യാനായിട്ട് വരുന്ന സമയത്തും ഈ വൃത്തികെട്ടവൻ കാണും, നമ്മുടെ ഹീറോയിനെ കാണും. അപ്പോൾ ഇവൻ പേടിച്ചിട്ട് ഇവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു തൊപ്പി ഇട്ടിട്ട് അറിയാത്ത പോലെ ഇരിക്കുക. നമ്മുടെ ഹീറോയിൻ ചെക്ക് ചെയ്യാൻ വേണ്ടി തുറക്കുന്ന സമയത്തും ഈ പെൺകുട്ടി ബാക്കിലിരിക്കുന്ന കാണും ഇങ്ങനെ മയങ്ങി കേട്ടോ. അപ്പോഴേ ഹീറോയിന് ഇത് കൺഫേം ആയി ഇവരാന്നും പറഞ്ഞിട്ട് അവൾ കൈയിട്ടിട്ട് ആ വണ്ടിയുടെ ചാവി വരാൻ നോക്കുന്നതാണ്. പക്ഷേ ആ വൃത്തികെട്ടവനാണെങ്കിൽ ഗ്ലാസ് പൊക്കിയിട്ട് ഇതാക്കിയിട്ട് വണ്ടി എടുക്കാൻ തുടങ്ങും കേട്ടോ. പക്ഷേ ഇവൾ ഈ കിടന്നിട്ട് ശബ്ദം ഉണ്ടാക്കുന്നതും കരയുന്നതും വന്നിട്ടും നമ്മുടെ ഹീറോ കേൾക്കും. ആ സമയത്ത് അവ ആലോചിക്കും, ഓൾറെഡി നമ്മുടെ ഹീറോയിൻ പറഞ്ഞു കാണത്തില്ലേ ഈ പോലീസ് ഫോഴ്സിലെ ഓട്ട എന്ന് പറയുന്നത് നമ്മുടെ ഹീറോയാണെന്നും ആ ദേഷ്യത്തിന് ആ ഒരു പേര് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഇവൻ വണ്ടി എടുത്ത് നേരെ കൊണ്ടുവന്ന് ആ കാറിനകത്തോട്ട് കയറ്റിയിട്ട് ലാസ്റ്റ് പോലീസുകാരെ കൊണ്ട് ഇവരൊക്കെ പിടിപ്പിച്ചിട്ട് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുവാട്ടോ. ഹീറോയും വിചാരിച്ച് ഇവിടെ എങ്ങാണ്ട് ഫോഴ്സ് ചേർത്താന്ന് വിചാരിച്ചിട്ട് ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അവൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഹീറോ എന്ന് പറയുന്നത് എന്നെ ഇങ്ങനെ ഫോഴ്സിനകത്തൊന്നും കയറ്റിയിട്ടില്ല, അപ്പോൾ നീ അതൊന്നും ആലോചിക്കണം, നീ വന്നാൽ ശരിയാവത്തില്ല, എനിക്ക് ഒരു ദിവസം തന്നെ നിൻ്റെ കൂടെ നടന്നിട്ട് കേസ് അന്വേഷിച്ചുകൊണ്ട് മതിയായി, ഇനി ജീവിതകാലം മൊത്തം നിൻ്റെ കൂടെ ഒന്നും എനിക്ക് കേസ് അന്വേഷിക്കാൻ പറ്റത്തില്ല മോളെ, നീ ഇവിടെ നിന്ന് വീട്ടിൽ പോയിരിക്കും നല്ലതെന്ന് പറയാട്ടോ. എന്നിട്ട് ഇവൾ പോകാൻ നിൽക്കുന്ന സമയത്ത് ഹീറോയ്ക്ക് ഒരു ഡൗട്ട്. ഹീറോ അവൾ നിർത്തിയിട്ട് ചോദിക്കും, സത്യം പറ ഈ സിയോളിലുള്ള എല്ലാ സബ്വേ സ്റ്റേഷൻ്റെയും മാപ്പ് നിനക്ക് കാണാതറിയാം, അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ഹീറോയും പറയും ആ റീസൺ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമെങ്കിൽ നിങ്ങൾ എന്നെ ഇവിടെ ചേർക്കണം, അത് പറ്റുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹീറോ പറയും വേണ്ട അതിൻ്റെ കാര്യമൊന്നുമില്ല, നീ വീട്ടിലേക്ക് തന്നെ പൊക്കോന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞുവിടും. പക്ഷെ പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങും. ഇവൾ ആലോചിക്കുക ആക്ച്വലി ഇവൾക്കൊരു ട്വിൻ സിസ്റ്റർ ഉണ്ട്, ഇവളുടെ അതേ കണക്കിരിക്കുന്നതാണ്. ആ പെൺകുച്ചിന് ഓട്ടിസം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കും ഈ പെൺകുട്ടീനെ ഒരു ദിവസം കാണാതാവുകയാണ്. ഇപ്പോൾ വന്നിട്ട് നമുക്കറിയാം സബ്വേ സ്റ്റേഷനിൽ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഓരോ സീരിയൽ കില്ലിങ് നടക്കുന്നില്ലേ, ആ കൊല്ലുന്ന ആളെ ഇവരൊക്കെ സബ്വേ സ്റ്റേഷനിലെ ഗോസ്റ്റ് എന്നാണ് വിളിക്കുന്നത്, പ്രേതം. കാരണം ആരും അറിയുന്നുമില്ല പോകുന്നുമില്ല അവരെങ്ങനെയാണ് പോകുന്നത്. അവിടെ ഉണ്ടായിട്ടുള്ള ഫസ്റ്റ് മരണം വന്ന് ഇവളുടെ സഹോദരിയുടെയാണ്. പക്ഷേ എങ്കിൽ പോലും ഈ ഡിറ്റക്റ്റീവ്സ് ഒരിക്കലും അവളുടെ സഹോദരി മരിച്ചത് ഈ ഒരു സീരിയൽ കില്ലിങ്ങിൽ എടുത്തിട്ടേ ഇല്ല. ഫസ്റ്റ് മരണം നടന്നുള്ളത് ഇവളുടെ സഹോദരിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം കാണിച്ചിട്ട് ഇവൾ കുറേ കെഞ്ചി പറഞ്ഞു കാണും. ഇപ്പോൾ ഒരു മാരി എന്ന് പറഞ്ഞൊരു പെണ്ണിൻ്റെ അടുത്ത് കേൾപ്പിച്ചിട്ട് ആ പെൺകുട്ടിയുടെ അടുത്തും അവളുടെ അസിസ്റ്റൻ്റ് അടുത്തും. പക്ഷെ അവർ കേട്ട് കാണത്തില്ല. ഇതെല്ലാം ആലോചിച്ച് നമ്മുടെ ഹീറോയിൻ കിടന്ന് കരയുവാണ്. ാണെങ്കിൽ നമ്മുടെ ഹീറോയെ അവൾ വീട്ടിൽ ചെന്നിട്ട് നോക്കുകയാണ്. അവിടെയാണെങ്കിൽ മൊത്തം സബ്വേ സ്റ്റേഷൻ്റെ മാപ്പോ അത് ഇതെല്ലാം വരച്ചു വെച്ച് കുറേ ഫോട്ടോസും കുറേ നോട്ട്സ് അവൾ എഴുതി വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇവളുള്ള സഹോദരിയുടെ മരണം അന്വേഷിക്കാൻ വേണ്ടി തന്നെയാണ് നിർബന്ധം പിടിച്ച് ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറണം എന്ന് വിചാരിക്കുന്നത്. ഇപ്പോഴാണ് അവളുടെ മനസ്സെന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അവിടുന്ന് സീൻ കട്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പെൺകുട്ടിയെ രക്ഷിച്ചല്ലോ ഇവർ വന്നിട്ട് ഇവളുടെ കൂടെ തന്നെ വേറൊരു തൊപ്പിയിട്ടുള്ള പെൺകുട്ടി. അവൾ വന്നിട്ട് കുറച്ച് ജ്യൂസും കാര്യങ്ങളെല്ലാം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. ആക്ച്വലി നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് താങ്ക്സ് പറയുക കേട്ടോ. മാത്രമല്ല ഈ അസിസ്റ്റൻറ്റ് പോലീസുകാരും കൂടി സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ്റെ മനസ്സ് മാറിയിട്ട് ഹീറോ വന്ന് ഹീറോയിൻ്റെ അടുത്ത് വരാനായിട്ട് വിളിച്ച് പറയുവാണ്. അങ്ങനെ ഹീറോയിനും അന്ന് രാത്രി നൈറ്റ് ഡ്യൂട്ടി നോക്കാനായിട്ടും ആ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലും. അപ്പോൾ വന്നിട്ട് ഇപ്പോൾ അവൾ ഒഫീഷ്യലി ഇവരുടെ കൂടെ വന്ന് ജോയിൻ ആയിട്ടുണ്ട്. ഇവിടെ വന്ന് ലേഡി പോലീസിന് സെപ്പറേറ്റ് റൂമൊന്നുമില്ല. അതുകൊണ്ട് ഇവൻ പറയണം ഓക്കെ നീ അകത്ത് കിടക്കും, ഞാനിങ്ങനെ വന്നിട്ട് പുറത്ത് കിടന്ന് ഉറങ്ങിക്കോളാം, കസാര ഇരുന്ന് ഉറങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവനിരുന്ന് ഉറങ്ങുക. പക്ഷേ ആക്ച്വലി ഇവൾ വന്നിട്ട് ഇതിനകത്തൊരു ടണലുണ്ട്. അവിടെ വന്നിട്ട് CCTV ക്യാമറയും കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഇവൾക്ക് അന്വേഷിക്കണം. അതിനകത്താണ് എന്തോ ഒരു കള്ളത്തരം നടക്കുന്നത്. ഇവൾക്ക് നല്ല ഉറപ്പാണ്. ഇവൾ അതിനെപ്പറ്റി പറയുന്നെങ്കിലും ആ ഡിറ്റക്റ്റീവ്സ് വന്നിട്ട് അതിനെപ്പറ്റിയൊന്നും വലിയ കാര്യമായിട്ടൊന്നും നോട്ടീസ് ചെയ്ത് കാണത്തില്ല കേട്ടോ. അപ്പോൾ ഇവൻ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തും ഇവന് വന്ന മറ്റേ മാരി എന്ന് പറഞ്ഞ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് ഒരു കോള് വരികയാണ്, ഇങ്ങനെ CCTV ദൃശ്യങ്ങളൊന്ന് കൊണ്ടുവന്ന് തരണം, എനിക്ക് ഇച്ചിരി ആവശ്യമാണെന്ന് പറഞ്ഞ സമയത്ത് ഇവൻ പറയണം ശരി എന്നാൽ ഞാൻ ഇപ്പോൾ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോവാട്ടോ. ഈ ഒരു സമയം തക്കം നോക്കിയിട്ട് ഇവൾ നേരെ ചെന്നിട്ട് ആ ഒരു എമർജൻസി ആ ടണലിലേക്ക് കിടക്കുന്ന ഒരു ചാവിയുണ്ട്. ആ ചാവി ആരും അറിയാതെ എടുത്തിട്ട് അവളത് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തോട്ട് കിടക്കുക. ഇവൾക്ക് ആക്ച്വലി ചെറിയ പേടിയൊക്കെ ഉണ്ട്. പക്ഷെ അവളതൊന്നും കാര്യമാക്കുന്നില്ല. അവൾക്കറിയാം ഇതിനകത്ത് ചെന്നെങ്കിൽ മാത്രമേ ഇവൾക്ക് എന്തെങ്കിലും പ്രൂഫ് കിട്ടുമെന്ന്. അപ്പോൾ അതറിയാനായിട്ട് ഇവൾ മെല്ലെ നടന്ന് ആ വഴിക്ക് അങ്ങ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പോകുന്ന സമയത്ത് ഇവളുടെ പിന്നിൽ ആരോ ഒരാൾ വരുന്ന പോലെ ഇവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിഴൽ ഇവൾ കാണുന്നുണ്ട്. അയാൾ വന്നിട്ട് ഇവൾ നേരെ അടിക്കാനായിട്ട് നിൽക്കുവാണ്. ഈ ഒരു സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.